ശിക്ഷ കിട്ടുമോ കിട്ടത്തില്ല? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് 20 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള ജീവപര്യന്തമോ അല്ലെങ്കിൽ 20 വർഷം വരെയോ ശിക്ഷ കിട്ടാനുള്ള കുറ്റമാണ് പൾസർ ചെയ്തിട്ടുള്ളത് എന്നാണ് കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 8 പ്രതികളില് 7 പേരും രക്ഷപ്പെട്ടാലും പൾസർ രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ പറഞ്ഞ സമ്മതിക്കുമോ? സാധാരണ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂർ കേസെടുത്ത പ്രതിഭാഗം അഭിഭാഷകനല്ലായിരുന്നോ, അവന് എങ്ങനെ സാധിക്കും? അപ്പോൾ ഞാൻ പറയുന്നത് തെളിവാണ്. ഈ കേസിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ 400ഓളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ഈ 400 സാക്ഷികളിൽ പല സാക്ഷികളും ഈ പറയുന്ന ഒന്നാം പ്രതിക്കെതിരാണ്. അവിടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് 2 മുതൽ 7 വരെയുള്ള പ്രതികളാണ് ഒന്നാം പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സാക്ഷികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴുമായിട്ട് പറയുന്നത്, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഒരു മാപ്പുസാക്ഷിയെ കോടതിയിൽ കൊണ്ടുവന്നില്ല? ഒരാൾ മാപ്പുസാക്ഷിയാകുമായിരുന്നു എങ്കിൽ ഈ ദിലീപിനും അതുപോലെ തന്നെ ഒന്നാം പ്രതിക്കും ശിക്ഷ കിട്ടുന്നതിന് കാരണഭൂതമായിരുന്നു. പക്ഷെ അത് ചെയ്യാനായിട്ട് ഈ പ്രോസിക്യൂട്ടർമാരോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സംവിധാനമോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ മുന്നോട്ട് വന്നു. അന്വേഷണത്തിൽ തുടക്കം മുതലേ പാളിച്ചുണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞാൽ, സാർ പല കേസുകൾ കൈകാര്യം ചെയ്തതാണ്. സാറിന് തോന്നിയിട്ടുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും? അല്ല, അന്വേഷണത്തില് ഒരുപാട് പാകപ്പിഴകളുണ്ട് എന്ന് കുറ്റപത്രം വായിച്ചാൽ മനസ്സിലാവും. കാരണം ഒരു കേസ് നമ്മുടെ ഇന്ത്യൻ പോലീസ്, പ്രത്യേകിച്ചും കേരള പോലീസ്, നമ്മൾ കാണുന്നത് ഒരു കേസ് ഉണ്ടാകുമ്പോൾ അവർക്കൊരു മുൻവിധി ഉണ്ടാകും. ആ മുൻവിധി വെച്ച് അന്വേഷണം നടത്തും. പക്ഷേ ആ അന്വേഷണം ചെന്നെത്തുന്നത് അവരുടെ മുൻവിധിക്ക് അനുസൃതമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കേസിലത് പാകപ്പിഴയായിട്ട് മാറും. അത് എത്രമാത്രം തലകുത്തി മറിഞ്ഞാലും പ്രോസിക്യൂട്ടർമാർക്ക് കേസ് തെളിയിക്കാൻ സാധിക്കും. സാറിന്റെ ഒരു കണക്കൂട്ടില്ലേ ഈ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? ഒറ്റ വാക്കി സാർ പറയാം. അല്ല, ഇവിടെ ആദ്യം വരുന്നത് ദിലീപ് രക്ഷപ്പെടുമോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഒന്നാം പ്രതിയെ ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ ദിലീപിന്റെ ശിക്ഷയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ.